ആയുസ് മുഴുവനും കാളപൂട്ട് മത്സരത്തിനായിട്ട് മാറ്റിവെച്ച് മത്സരിച്ച് വാങ്ങിച്ച ഒരുപാട് ട്രോഫികളാണ് കേട്ടോ ഇത്. ആളിപ്പോ മരണപ്പെട്ടു, 52 വയസ്സാണെന്നാ പറഞ്ഞത്. അവരുടെ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടോ അറിയില്ല, 2 ട്രോഫി മാത്രം അവർ വീട്ടിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ആക്രിക്ക് എടുത്തു കൊടുക്കുക ചെയ്തത്. ഈ ട്രോഫി എല്ലാം വാങ്ങിച്ച അദ്ദേഹത്തോട് ഒരുപാട് അഭിമാനം തോന്നി കേട്ടോ. പിന്നെ ആളില്ലാന്ന് അറിഞ്ഞപ്പോ ഒരു വിഷമവും വന്നു. ഇത്രയും ട്രോഫി ഒരാൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നത് മനസ്സിലാകും. അയാൾ മരണപ്പെട്ടപ്പോൾ ഇതിന് ആ ട്രോഫി പോയി ആക്രിക്കടി കൊടുത്ത് കൊടുക്കാൻ അതിന് മാത്രം സ്ഥലമില്ലാത്ത കേടുണ്ട് നിങ്ങൾ വീട്ടിൽ. ഇല്ലെങ്കിൽ നമുക്ക് എന്നാലും നമ്മൾ കൊണ്ട് വെച്ചോളാം. ആ ട്രോഫികളൊക്കെ കണ്ടറിയാം, ഇത് അടുത്ത സീസണിലായിട്ട് വാങ്ങിയ പുതിയ പുതിയ ട്രോഫികളാണ്, ഇപ്പോഴത്തെ പുതിയ മോഡൽ ട്രോഫികളാണ്. അത്രയും 4 ട്രോഫി അയാൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്ര റിസ്ക് എടുക്കണം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ നാട്ടിൽ ക്ലബ്ബോ കാര്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഒന്ന് കൊടുത്തുകൂടെ? അത് ചെയ്ത ആൾക്കാരെന്താ ചെയ്ത് വളരെ മോശമായി. കാരണം അത്രയും ട്രോഫികൾ ഒരു ക്ലബ്ബിൽ പോയാൽ ഉണ്ടാവില്ല അത്രയും ട്രോഫികൾ, അത്യാവശ്യം നല്ല ക്ലബ്ബിൽ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി എന്ത് ചെയ്യുന്നതിന് മുന്നേ അവനാൻ്റെ വീട്ടിൽ സ്ഥലമില്ലാത്ത കയറുന്ന ഒരു 4 ട്രോഫി വെക്കാൻ ഇത്രയും ട്രോഫി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എത്ര നയിച്ചിട്ടുണ്ടാവും അയാളെന്നോ. എന്തായാലും ആ യാക്കൂനി ഇരിക്കട്ടെ, ആരായാലും സല്യൂട്ട്. കാളകൂട്ട് മത്സരത്തിൽ ഇത്ര ട്രോഫികളാണെന്ന് പറഞ്ഞു. വെക്കാൻ സ്ഥലത്തേക്ക് വിളിച്ചോളി, നമ്മളൊക്കെ ഉണ്ട് ട്രോഫി കൊണ്ടുവയ്ക്കാനല്ലേ. നമ്മളവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നാട്ടിൽ ക്ലബ്ബും കാര്യങ്ങളൊക്കെ എത്ര എണ്ണം ഉണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മക്കൾ ഇനി സ്വന്തം ഇതിൽ ഓരോ പേരിൽ ആ ക്ലബ്ബിലായാലും കടന്നോട്ടെ ട്രോഫി. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇത്രയും ട്രോഫികളൊക്കെ പുത്തൻ ട്രോഫികളൊക്കെ വാങ്ങി കിട്ടി അയാൾക്കൊരു ഇത്തിരി ബഹുമാനം പോലും കൊടുക്കാതെ നിങ്ങളാ കോളേജിൽ കാട്ടിക്കഴിഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. ഇപ്പോൾ സ്വന്തം ഉമ്മാരും വാപ്പാരും വരെ വേണ്ടാത്ത കാലമായതുകൊണ്ട് ഇതിനൊന്നൊരു വാല്യൂ ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക, ചിന്തിക്കുക കേട്ടോ, അതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്നുള്ളത്. നിങ്ങളൊന്നും ചിലപ്പോൾ മരിച്ചോളം മുട്ടിട്ടാൽ ചിലപ്പോൾ അതേമാതിരി ഒന്ന് വാങ്ങാനേ അത് കൊടുന്നെത്ത ആൾക്കാരെ കൊണ്ട് കഴിയില്ല.